മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ മാവിൽ മുക്കി പൊരിച്ചതാണ്. അപ്പോ 4 മണി സ്നാക്സ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വഴുതനങ്ങ മാവിൽ മുക്കി പൊരിക്കാം. നമുക്ക് ചായയുടെ കൂടെ ഒരു സ്നാക്സ് ആയിട്ട് എടുക്കാം. അതിന് എന്താ 5 വഴുതനങ്ങ എടുത്ത് നല്ലപോലെ കഴുകി, നാടൻ വഴുതനങ്ങയാണ് കഴുകി. ഇനി അതിനെ നമുക്ക് നീളത്തിലും വയ്ക്കാം. നമുക്കിപ്പോൾ അത് ഇരുണ്ടായിട്ട് ഇങ്ങനെ വയ്ക്കാം. വെച്ച് എണ്ണയിൽ മുക്കാനാണ്. ഇങ്ങനെ ആക്കിയിട്ടിട്ട് നമുക്കിത് എണ്ണയിൽ മുക്കിയിട്ട് കൊടുക്കാം. അല്ലേ, അരിഞ്ഞ് തീർന്നു. ഇനി ഇതിനെ നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് ഇടാം. ഊറ്റി വയ്ക്കുകയാണ്, കഴുകി തോരാൻ വെച്ചേക്കാണ്. ഇനി ഇതിന് നമുക്ക് കോട്ടിങ് കൊടുക്കാനായിട്ടുള്ള സംഭവം കലക്കാം. കോൺഫ്ലവറാണിത്, ചെറിയൊരു സ്പൂണാണ്. അത് നമുക്കിത് ഇടാം. ഇട്ട് നമുക്ക് കടലമാവ് എടുക്കാം ആവശ്യത്തിന്. ഇതിന് ഒരു 2 സ്പൂൺ എടുക്കാം. മതി. സ്വല്പം മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയാണ്. മുളക് പൊടി, ഇത്ര മതി. കായപ്പൊടി, ഇത് മതി. കായപ്പൊടി, ഉപ്പ് ആവശ്യം. ഇനി നമുക്കിത് വെള്ളം വെച്ച് കുഴയ്ക്കാം. കോൺഫ്ലവർ, കടലമാവ്, കായപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും കൂടെയാണ്. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ സാധാ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നും വേണ്ട. സാധാ വെള്ളത്തിൽ നമുക്ക് ഒരു പരുവം വെച്ച് കുഴച്ച് വയ്ക്കാം. കട്ടയില്ലാതെ എടുക്കാം. കട്ട തട്ടുപൊടി കട്ടയില്ലാതെ സ്മൂത്തായിട്ട് ഒരു തിളയ്ക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ ഓരോ പീസും എടുത്ത് ഇതിൽ മുക്കിയാണ് നമുക്ക് ചൂടായ എണ്ണ ഇട്ട് കൊടുക്കാൻ. നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് നോക്കാം. കണ്ട, ഇതാണ് പരുവം. കണ്ട, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കണ്ട ഇങ്ങനെ കുറുകുറ വീഴണം. പരുവം കണ്ട. ഓക്കെ, എണ്ണ ചൂടായി നമുക്ക് ഇടാം. ഞാൻ പറഞ്ഞതിൻ്റെ വഴുതനങ്ങ ചായയിലൂടെ നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ കടലമാവിൻ്റെ കൂടെ ഒന്നീ കോൺഫ്ലവർ അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി പക്കത്തിൻ്റെ കുറ്റിൻ്റെയൊക്കെ അതിൽ നിന്ന് 1 സ്പൂൺ ചേർത്തോണം. വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. എണ്ണ ചൂടാവാൻ മാത്രം നമ്മൾ തീ കൂട്ടി വയ്ക്കണം. പിന്നെ നമ്മളിത് ഇടുമ്പോഴത്തേക്ക് തീ കുറയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് പുറം കൊണ്ട് വരികയും ചെയ്യും. അകത്തിരിക്കുന്ന സംഭവത്തിന് വേവണം. ഈ മറിച്ച് കഴിഞ്ഞു ഇതാക്കി. മുളക് കൂടാനൊക്കെ ഇരിക്കുന്നുണ്ട്. ശരിയായി. നമുക്കിത് കോരിയെടുക്കാം. വലിയ മുളക് പൊടി അങ്ങനെയുള്ള രീതിയിലൊക്കെ തോന്നുന്നു. വഴുതനങ്ങ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതില്ലേ ഈ മുളക് ബജി പോലെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടാലേ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.